ഹായ്, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണോ? ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരാമെന്ന് വിചാരിച്ചു. കുറച്ച് ദിവസമായിട്ട് ഇവിടെ ഇല്ലായിരുന്നു. എല്ലാത്തിൽ ഒരു ചേഞ്ച്, അതായത് ഇവിടുത്തെ ഞങ്ങളുടെ കെയർ ഗിവർ ജോബ് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് എവറി ഡേ നമുക്ക് സെയിം കാര്യങ്ങൾ തന്നെയാണ്. രാവിലെ എണീക്കുന്നു, നമ്മുടെ പണികളെല്ലാം കഴിയുന്നു, നമ്മുടെ എംപ്ലോയറുടെ കൂടെ എല്ലാ ദിവസവും ഒരേപോലെ തന്നെയാണ് ഓൾമോസ്റ്റ്. അതിൽ നിന്നെല്ലാം ഒരു വ്യത്യസ്തമായിട്ട് ഇവിടെ വെക്കേഷൻ ആകുമ്പോൾ, സമ്മർ വെക്കേഷൻ ആകുമ്പോൾ ഞാൻ നിൽക്കുന്ന ഈ ഫാമിലിയിൽ എല്ലാ വർഷവും ഒന്നല്ലെങ്കിൽ 2 പ്രാവശ്യം ഇവരൊരു 2 ദിവസത്തേക്ക് ഇസ്രായേലിൽ തന്നെയാണ് മാക്സിമം നോക്കാറ്. കാരണം അമ്മാമ്മയ്ക്ക് ദൂരെ അത്രയ്ക്ക് യാത്രയൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഫ്ലൈറ്റിനൊന്നും. അപ്പം ഇസ്രായേലിൽ തന്നെ ഇവർക്ക് കുറേ ടൂറിസ്റ്റ് പ്ലേസസ് ഒക്കെ ഉണ്ടല്ലോ, അവിടേക്കൊക്കെ ഒന്ന് പോയി 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം അവിടെ സ്റ്റേ ചെയ്യും. അങ്ങനെ ഇതിപ്പോൾ ഞങ്ങളുടെ സെക്കൻഡ് ടൈമാണ് ഈ വർഷത്തെ. അങ്ങനെ ഫാമിലിയും പ്ലാൻ ചെയ്തു, എന്നെ അമ്മാമ്മനെയും കൂടെ കൊണ്ടുപോകുന്നു. ഇപ്പം ഞാൻ നിൽക്കുന്ന സ്ഥലത്തുനിന്ന് ഒരു കാറിനാണെങ്കിൽ ഒരു 6-6.5 മണിക്കൂർ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഏർലി മോർണിംഗ്, അതായത് ഒരു 6:30 ആയപ്പോൾ തന്നെ ഞങ്ങൾ എണീറ്റ് പോയി. എലാത്തെന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ നിൽക്കുന്ന സ്ഥലത്തുനിന്ന് 6.5 മണിക്കൂറോളം കാറിന്. ഫ്ലൈറ്റ് നോക്കി കിട്ടിയില്ല. അങ്ങനെ മരുഭൂമിയിൽ കൂടെയുള്ളൊരു യാത്രയായിരുന്നു, ഒരു 3-4 മണിക്കൂർ. എൻ്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ഒക്കെയാണിത്. കാരണം എന്താ പറയുന്നത്, ഒത്തിരി മടുത്തു പോയി. അമ്മച്ചിയാണെങ്കിലും ഒത്തിരി ക്ഷീണിച്ചു ഇത്രയും ദൂരം യാത്ര ചെയ്തപ്പോഴത്തേക്കും. അങ്ങനെ ഞങ്ങൾ സ്റ്റേ ചെയ്ത ഹോട്ടലാണിത്. ഞങ്ങൾ 3 രാത്രിക്ക് ഉണ്ടായിരുന്നു ഈ ഹോട്ടലിൽ. എന്തൊക്കെയും ഒരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. കാരണം ഇതൊക്കെ കാണാൻ പറ്റുകയെന്ന് പറയുന്നത് വല്ലാത്തൊരു ഭാഗ്യമായിട്ട് തന്നെ ഞാൻ കരുതുന്നു. സ്വിമ്മിംഗ് പൂളും കടലും നമ്മുടെ ചെങ്കടൽ, അത് കാണാനായിട്ടാണ് മെയിനായിട്ട് ഇവർ പോയത്. അതൊക്കെ ഞങ്ങളൊക്കെ ബൈബിളിൽ വായിച്ചുള്ളൊരു കേട്ടറിവേ ഉള്ളൂ. പക്ഷെ അതൊക്കെ നേരിട്ട് കാണാൻ പറ്റുകയെന്ന് പറയുന്നത് ശരിക്കൊരു ദൈവാനുഗ്രഹം തന്നെയാണ്. അങ്ങനെ അതെല്ലാം കണ്ട് ഞങ്ങളൊരു 3 ദിവസം അവിടെ സ്റ്റേ ചെയ്തു. ഇത് ഞങ്ങൾ സ്റ്റേ ചെയ്ത ഹോട്ടലിലെ ഒരു അറ്റ്മോസ്ഫിയറാണ്, പൂളും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു. എല്ലാം കൊണ്ടും അടിപൊളിയായിരുന്നു, ഫുഡായാലും എല്ലാം കൊണ്ടും. പിന്നെ നമുക്കൊരു ചെറിയ ബോറടി കാണും, കാരണം നമ്മൾ നമ്മുടെ എംപ്ലോയറുടെ കൂടെ പോകുന്നു, നമ്മൾ ജോലിയിൽ തന്നെയാണ്. അപ്പോൾ അതിൻ്റേതായതുണ്ട്. എന്നാലും മാക്സിമം എൻജോയ് ചെയ്യാൻ പറ്റുന്ന സമയം ഞാൻ എൻജോയ് ചെയ്തു. കാരണം എല്ലാത്തിൽ നിന്നും ഒരു എന്താ പറയുന്നത്, മനസ്സിനൊരു സംതൃപ്തിയായിരുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ ചെങ്കടൽ. നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ ഒരു പതാക, അതാണ് ജോർദാൻ, അതിൻ്റെ ബോർഡറാണത്, ജോർദാൻ്റെ പതാകയാണത്. ഇതെല്ലാം ഇവർ ഫാമിലി ആണെങ്കിലും എല്ലാം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരും കേട്ടോ. നമ്മൾ ആദ്യമായിട്ട് കാണുന്ന സംഭവങ്ങളാണല്ലോ ഇതൊക്കെ. അടിപൊളി സ്ഥലമാണ്, കാണാതെ കണ്ടതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അങ്ങനെ 3 നൈറ്റും കഴിഞ്ഞു. ഞങ്ങൾ തിരിച്ചു പോരുവാണ്, എയർപോർട്ടിലേക്ക് പോവുകയാണ്. തിരിച്ച് അവർ ഫ്ലൈറ്റിന് ഞങ്ങൾക്ക് 3 പേർക്ക്, എനിക്ക്, അമ്മച്ചിക്ക്, അമ്മച്ചിയുടെ മകൻ്റെ മോന്, ഞങ്ങൾ 3 പേര് ഫ്ലൈറ്റിന് തിരിച്ചു പോന്നു. കാരണം അങ്ങോട്ട് പോയപ്പോൾ അമ്മച്ചി ഭയങ്കര ടയേർഡായി. അവിടെ എത്തിക്കഴിഞ്ഞപ്പം എന്തായാലും 1-1.5 ദിവസം എടുത്ത് അമ്മച്ചി നോക്കിയാവാൻ. പുള്ളിക്കാരി നെർവസായിപ്പോയി ഇത്രയും ടയേർഡായതുകൊണ്ട്. അപ്പോൾ തിരിച്ചെന്തായാലും ഫ്ലൈറ്റിന് തന്നെ പോരാന്ന് വെച്ച് ഫ്ലൈറ്റിനാണ് തിരിച്ചു പോകുന്നത്. ഫ്ലൈറ്റിനാണ് 3 മണിക്കൂർ കൊണ്ട് നമ്മൾ അത്രയ്ക്ക് ദൂരമേ ഉള്ളൂ, പെട്ടെന്ന് എത്തും. അങ്ങനെ ഫ്ലൈറ്റിന് പ്ലാൻ ചെയ്തു. എന്തൊക്കെയാലും അടിപൊളിയായിരുന്നു. ഒന്നൊഴിച്ച് അവിടെ ഭയങ്കര ചൂടായിരുന്നു. ഞാൻ നിൽക്കുന്ന സ്ഥലത്തിനെക്കാട്ടും 4-5 ഡിഗ്രി കൂടുതലായിരുന്നു, ഭയങ്കര ചൂടായിരുന്നു. ഇവരെ സംബന്ധിച്ച് ഇവർ കടലിലും പൂളിലൊക്കെ ഇറങ്ങി ഇവർക്ക് ആ ചൂട് ഇവരെ ബാധിക്കത്തില്ല. ഇവർക്ക് ചൂടാണല്ലോ ഇഷ്ടം, ഇവർ വെയിലത്ത് പോയി കിടക്കും. നമ്മളെ സംബന്ധിച്ച് അത് പറ്റത്തില്ല. ആ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കിയെല്ലാം കൊണ്ടും അടിച്ചു പൊളിച്ചു. ചെങ്കടൽ കാണാൻ പറ്റി, ദൈവാനുഗ്രഹം, അത്രയേ ഉള്ളൂ. അങ്ങനെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം.